aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ദൈവം ഓരോരുത്തരെയും ഓരോ വേലയ്ക്കായി വിളിച്ചിരിക്കുന്നു. ആ വേല നാം പൂർത്തീകരിക്കണം. ദൈവീയ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അനേകം പ്രതിബന്ധങ്ങൾ കടന്നു വരാം. സാത്താന്യ ശക്തിയുമായി യുദ്ധം ചെയ്യേണ്ടതായി വരാം. പതറാതെ മുന്നോട്ട് പോകണം. ഇങ്ങനെ പതറാതെ മുന്നോട്ട് പോയ പലരെയും വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. നെഹമ്യാവ് രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിനോട് ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു. നെഹമ്യാവ് രാജാവിന്റെ പാനപാത്രവാഹകൻ ആയിരുന്നു. യഹൂദയിൽ നിന്നും വന്ന ചില പുരുഷന്മാരോട് നെഹമ്യാവ് യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് അവർ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. പിന്നീട് ഉപവസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. നെഹമ്യാവും പിതൃഭവനവും ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചു. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും എന്ന് ഉറച്ചു വിശ്വസിച്ചു. രാജാവിനോട് അനുമതി വാങ്ങി യെരുശലേമിലേക്ക് പുറപ്പെട്ടു. ആ പട്ടണം മുഴുവനും ചുറ്റി നടന്ന് കണ്ടു. ദേശത്തിന്റെ സകല പോരായ്മകളും മനസ്സിലാക്കി. അവർ പണിതു 52 ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തിയാക്കി. തോബിയാവും സൻബല്ലത്തും അവനെ നിന്ദിച്ചു. എന്നാൽ അവർ വിശ്വസിച്ച പോലെ സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ സൻബല്ലത്തും ഗോശേമും നെഹമ്യാവിന്റെ അടുക്കൽ ആളെ അയച്ച് ഗ്രാമത്തിൽ യോഗം കൂടുവാൻ നെഹമ്യാവിനെ ക്ഷണിച്ചു. അത് നെഹമ്യാവിന് ദോഷം ചെയ്യുവാൻ ആയിരുന്നു. എന്നാൽ നെഹമ്യാവ് ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും പിന്മാറിയില്ല. ആരുടെയും ഭീഷണിയുടെയും മുൻപിൽ കീഴ്പ്പെട്ടില്ല. പകരം പ്രാർത്ഥനയാൽ ശക്തി പ്രാപിച്ച് പണിത് തന്റെ ദൗത്യം പൂർത്തിയാക്കി. നെഹമ്യാവിനെ പോലെ ദേശത്തിന്റെ അവസ്ഥ അറിയുവാൻ നാം താല്പര്യപ്പെടാറുണ്ടോ? നമ്മുടെ ദേശം ചുറ്റി നടന്ന് കണ്ട് അതിന്റെ ഇടിവുകളെ കുറിച്ച് മനസ്സിലാക്കാറുണ്ടോ? കുറവുകൾ പരിഹരിക്കുവാൻ ശ്രമിക്കാറുണ്ടോ? ആയതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രതിബന്ധങ്ങൾ വരുമ്പോൾ പിന്തിരിഞ്ഞു പോകാറുണ്ടോ? നെഹമ്യാവിനെ പോലെ കരയുക, പ്രാർത്ഥിക്കുക, അനുതപിക്കുക. അപ്പോൾ തീർച്ചയായും സ്വർഗത്തിലെ പിതാവ് കാര്യം സാധിപ്പിച്ചു തരും. പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പിന്മാറിപ്പോയില്ല. ഏതെല്ലാം ആപത്തുകൾ പൗലോസിന് നേരിടേണ്ടി വന്നു. ഇവയ്ക്ക് ഒന്നും ദൈവസ്നേഹത്തിൽ നിന്നും അപ്പോസ്തലനെ പിന്തിരിക്കുവാൻ കഴിഞ്ഞില്ല. നല്ല സാക്ഷ്യമുള്ള ജീവിതം പൗലോസ് കാഴ്ചവെച്ചു. പ്രാണനെ അവഗണിച്ച് യെരുശലേമിലേക്ക് യാത്രയായി. യെരുശലേമിൽ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരും എന്നറിഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് പൗലോസ് പോയി. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കേണം എന്നേ എനിക്കുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 20:22 മുതൽ 24 വരെ. ദൈവഹിത പ്രകാരം സകലവും നിവർത്തിക്കേണ്ടത് കർത്താവായ യേശു കർത്താവിന്റെ കടമയായിരുന്നു. താൻ യെരുശലേമിൽ പീഡകൾ സഹിച്ച് മാനവരാശിക്ക് വേണ്ടി യാഗമാകണം എന്ന് യേശുവിനറിയാം. അതുകൊണ്ട് യേശു താൻ യെരുശലേമിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് പീഡകൾ സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ പത്രോസ് ആ ഉദ്യമത്തിൽ നിന്നും യേശുവിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു.
പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവെ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 22-23 വചനങ്ങൾ. ജീവിതത്തിൽ നാം തേജസ്കരിക്കപ്പെടണമെങ്കിൽ ക്രൂശിലൂടെ കടന്നുപോയേ മതിയാകൂ. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം ഈ ക്രൂശ് വഹിച്ചവരാണ്. അവർ ആരും തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി കണ്ടില്ല. ഇന്ന് അധികം പേരും സ്വന്തം പ്രാണനെ ഏറ്റവും വിലയേറിയതായി കാണുന്നവരാണ്. കർത്താവ് തൻ്റെ ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നുവോ ആ വേലയെ തേക്കുക. പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, എന്നാൽ സ്വർഗത്തിലെ അപ്പൻ കാര്യം സാധിപ്പിച്ചു തരും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവനത് നിവർത്തിക്കും. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.